നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുഖമൊഴിയുടെ അടുത്ത സെഗ്മെന്റിൽ നമ്മൾ നേരത്തെ നമ്മുടെ ശ്രീ സണ്ണി മോഹൻലിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങൾ ഈ ജനസേവന രംഗത്ത് കൂടുതൽ നിൽക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരാറുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനെ ആ തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ അങ്ങനെ നിന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് BJPയുടെ സ്ഥാനാർത്ഥിയായി നാരങ്ങാനം പഞ്ചായത്തിൽ 10ാം വാർഡിൽ നിന്നിരുന്നു. അപ്പോൾ അവിടെയുള്ള അനേകം പേര് എന്നെ അറിയത്തില്ല. അത് കാരണം എനിക്ക് തോൽവി സംഭവിച്ചു. ആ വാർഡിൽ ഇപ്പോൾ ശക്തമായിട്ട് ഞാൻ ജനസേവനം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അനേകം പേരുടെ കൂടെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ തവണ ഞാൻ സ്ഥാനാർത്ഥിയാണോന്ന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളതിൻ്റെ രീതിയിൽ പ്രവർത്തനത്തിൽ മുന്നോട്ട് നീങ്ങും. സ്ഥാനാർത്ഥിയായിട്ട് ഈ വ്യക്തി ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ജനപ്രതിനിധിയാകണം എന്ന് ആഗ്രഹമില്ല, പക്ഷെ ഒരു സാമൂഹ്യ സേവകനാവണം. അത് തന്നെ, തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ജനപ്രതിനിധി ആകട്ടെ? ജനപ്രതിനിധി ആയാൽ തന്നെ നമുക്ക് ജനസേവനം മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നുവെച്ചാൽ ആ പാർട്ടിക്കാർ മാത്രമേ നമ്മുടെ മുമ്പിൽ വരത്തുള്ളൂ. നമ്മൾ സ്വന്തമായി ജനസേവനം നടത്തിയാൽ നമുക്ക് എല്ലാ പാർട്ടിക്കാരും സണ്ണി സാറേ എനിക്ക് അത് വേണം, ഇത് വേണം, എൻ്റെ കുഞ്ഞിന് ബുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തി സ്ഥാനാർത്ഥിയായിട്ട് 100% നിൽക്കുന്നില്ല. നമുക്ക് മനുഷ്യരെല്ലാവരും ഒന്നാകണം, ഒന്നുപോലെ ആകണം. മാവേലി പണ്ട് പറഞ്ഞതുപോലെ ദർശനത്തോടു കൂടി. തീർച്ചയായിട്ടും. വീട്ടിലെല്ലാവരും ഈ രാഷ്ട്രീയത്തോട് അനുകൂലം. വൈഫും മരുമോനും മോനും 100% ആയിട്ടില്ല, എന്നാൽ ചെറിയ സപ്പോർട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സഹോദരൻ ബോംബെയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്, എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ 2 സിസ്റ്റർമാരുണ്ട്, എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ കുടുംബത്തിലുള്ള അനേകം പേര് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ ബോംബെ ജീവിതമായിരിക്കും ഈ ഒരു തരത്തിലേക്ക് ചിന്തിക്കാൻ. തീർച്ചയായിട്ടും ആന്നു. ഞാൻ പട്ടിണി കിടന്ന് മരിക്കാൻ നാക്ക് നീട്ടിയവനാണ്. ആ സമയത്ത് ഒരു തുള്ളി വെള്ളം തന്നതിൻ്റെ നന്ദി ഞാൻ മരണം വരെ BJPയോട് കാണിച്ചിരിക്കും. തീർച്ചയായിട്ടും പറയും. ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും എല്ലാവരോടും അനേകം പേരോട് ഞാൻ ഈ സാക്ഷി പറയുന്നുണ്ട്. കാരണം ഓരോ പാർട്ടിക്കും ഇന്നവർക്ക് ഇന്ന ആൾക്ക് ഇന്ന പാർട്ടി അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടാണല്ലോ പാർട്ടി പോലും വരാറുള്ളത്. ഇപ്പം കുറച്ച് മാറ്റം ഉണ്ടെങ്കിൽ പോലും. പക്ഷെ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഞാൻ ഈ പാർട്ടിയിലാണ് എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാതെ അത് എല്ലാവരിലേക്കും അതിനൊരു സന്ദേശം എത്തിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് തന്നെ ഭയങ്കരമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ആ ഒരു ആർജവം കാണിക്കുന്നുണ്ട്. ഇനിയും ബാക്കിയുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് വിധിയൊന്നുമില്ല, പക്ഷെ ഇനിയുള്ള ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം? എനിക്ക് ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്. 24 മണിക്കൂർ സേവനം തന്നെ, ജനസേവനം തന്നെ നടത്തണം. രാത്രി കൂടി എനിക്ക് 2 മണിക്കൂർ 3 മണിക്കൂറത്തെ ഉറക്കമേ ഉള്ളൂ. 3 മണിക്കൂർ കൂടുതൽ ഞാൻ ഉറങ്ങത്തില്ല. രാത്രി എണീച്ച് ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കും, പേപ്പർ എടുത്ത് നോക്കും, ഓരോ പുസ്തകങ്ങൾ എടുത്ത് ഇങ്ങനെ പഠിക്കും. എനിക്കധികം നൈറ്റിൽ പോലും ഉറക്കമില്ല. അപ്പോഴും രാത്രി ആരെങ്കിലും വിളിക്കുക. ഞങ്ങളുടെ അടുത്ത് തന്നെ നമ്മുടെ ഒരു സഹോദരൻ, അരിജൻ സഹോദരൻ തൂങ്ങി നിൽക്കുക. രാത്രി 1 മണിയായപ്പോൾ എനിക്ക് വിളി വന്നു. ഞാൻ കയ്യിൽ കൊടുത്ത് തോർത്ത് വിട്ടുകൊണ്ട് ഓടി അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കയറി തൂങ്ങി നിൽക്കുക. ആരുമില്ല. ഉടൻ തന്നെ ആ വാർഡിലെ മെമ്പറെ വിളിച്ച് ഞാനും മെമ്പറും കൂടെ പോലീസുകാരെ വിളിച്ചിട്ട് അത് അഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചവർ ഹിന്ദുക്കളായതുകൊണ്ട് നമ്മൾ അവിടെ ദയിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ സപ്പോർട്ടുകൾ, അരി വരെ സാധനങ്ങൾ ഞാനും മെമ്പറും കൂടി വാങ്ങിച്ചു കൊടുത്തു. നമുക്ക് രാത്രിയും പകലൊന്നും ഒന്നുമില്ല. 24 മണിക്കൂർ സേവനം ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിപ്പം തോന്നുന്നത്. അല്ല, ഒരു പേന പോലും ഒരു ആൾക്ക് കൊടുത്താൽ അത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇട്ട് ആഘോഷിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യണം, അത് മറ്റുള്ളവർ അറിയരുത് എന്നുള്ള ചിന്തയിലാണ് സാർ ഇപ്പോൾ സേവനങ്ങൾ നടത്തുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട്, ഈ ഒരു തലമുറയോട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഇത്തരം ഗോസിപ്പുകൾ നടത്തി ഫേക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് സാർ എന്താണ് പറയാൻ? നമ്മൾ എന്ത് കാര്യം ചെയ്താലും രാവിലെ ദൈവത്തെ വിളിച്ചിട്ട് സത്യസന്ധതയോടുകൂടി നമ്മൾ ആ പ്രവർത്തനം ചെയ്യണം. ആരുടെയും പൈസ ആട്ടമോ ഇതൊന്നും ആഗ്രഹിക്കാതെ സീതാ ജാവോ സീതാ ആവോ എന്നുള്ള സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കണം. എനിക്ക് എൻ്റെ പേരോ ഇത് ഫേമസ് ആകണോ ഒന്നും ഇല്ല. നമ്മൾ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 പേരോട് വിളിച്ചു പറയുന്ന സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടമില്ല.
ഒരു പാവം പിടിച്ച ഒരു കുടുംബത്തിന് 10 കിലോ അരി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറയുന്നത് അത് ശരിയാണ്. അത് ഇരു കണ്ണും അറിയാതെ തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള യേശു ക്രിസ്തു പറഞ്ഞ പോലെ അത് തന്നെ. ഒരു പച്ചയായ മനുഷ്യനെയാണ് നമ്മൾ ഇന്ന്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ചുറ്റുപാടും നമ്മളുടെ ഇടയിലൂടെ നടക്കുന്ന അനേകം പേര് സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടുന്ന ഈ ഒരു സമൂഹത്തിൽ വളരെ ജീവിതമാണ് മാതൃകയാക്കി ശ്രീനാരായണ ഗുരുവിന്റെയും മഹാബലിയുടെയും യേശുക്രിസ്തുവിന്റെയും അയ്യപ്പന്റെ ഒക്കെ നാമത്തിൽ മുസ്ലിമിന്റെ ഉണ്ട്, ബാബർസ്വാമിയുടെ ഒക്കെ ഉണ്ട്. എല്ലാവരെയും സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. ഇവരെല്ലാവരും ഞാനാണെന്നും ഞാനാണ് അവരെന്നും ആ ഒരു ചിന്തയിലൂടെ പോകുന്ന വളരെ എന്താ പറയണ്ടേ, എനിക്ക് എങ്ങനെ വാക്കുകൾ പോലെ കിട്ടുന്നു ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. അത്ര മഹത്തായ ഒരു മനുഷ്യ സ്നേഹിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സർ.